വീട് പണിയുന്ന പലരും വരുത്തി വെക്കുന്ന വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയൂ. പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്തിട്ട് ഒരു ഡിസൈൻ സെലക്ട് ചെയ്യും. വീട് പണിയുന്ന കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ മേസ്തിരിക്കോ ഈ ഒരു ഡിസൈൻ നൽകിക്കൊണ്ട് ഇതുപോലെ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടും. എന്നാൽ സെലക്ട് ചെയ്തിരിക്കുന്ന വീടിൻ്റെ പ്ലാനും പണിയാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ പ്ലാനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്ത ഡിസൈനും ചെയ്തു വച്ചിരിക്കുന്ന ഡിസൈനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഒരുപക്ഷെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നുള്ളത് സെലക്ട് ചെയ്ത ഡിസൈനും ചെയ്തു വച്ചിരിക്കുന്ന ഡിസൈനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം. മാത്രമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ വീട് പണി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല. ഇവിടെയാണ് ഒരു 3D ഡിസൈൻ്റെ പ്രസക്തിയുള്ളത്. പണിയാൻ ഉദ്ദേശിക്കുന്ന വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിനനുയോജ്യമായ ഒരു 3D ഡിസൈൻ ചെയ്തതിന് ശേഷം മാത്രം കൺസ്ട്രക്ഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. 3D ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെയ്യുന്ന 3D പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം എന്നുള്ള കാര്യം. സോഫ്റ്റ്വെയറിൽ മാത്രം പരിചയമുള്ള ഒരാളെ കൊണ്ട് ഇതൊരിക്കലും പോസിബിളായ കാര്യമല്ല. ഇവിടെയാണ് പലരും 3D ഡിസൈൻ ചെയ്ത ശേഷവും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്. വീട് പണി കഴിഞ്ഞ ശേഷമാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് തീർത്തും തെറ്റായ കാര്യമാണ്. ഇൻറ്റീരിയറിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങളും എക്സ്റ്റീരിയറിനെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു വിൻഡോ തെറ്റായ സ്ഥലത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇൻറ്റീരിയറിൽ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നുമല്ല. ഇത്തരം സിറ്റുവേഷൻസ് കൺസ്ട്രക്ഷന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത വിധം കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. കോൺട്രാക്റ്റ് നൽകാതെ സ്വന്തം മേൽനോട്ടത്തിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ മേഖലയിലെ അറിവില്ലായ്മ മൂലം ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നൽകുന്നതിന് വേണ്ടി ഡോക്ടർ ഡിസൈൻ പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. റൂട്ട് ടു ഫ്രൂട്ട് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നുള്ളത് പേര് പോലെ തന്നെ ബിഗിനിങ് മുതൽ ഫൈനൽ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായ പ്ലാനിങ്ങോടുകൂടി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ റൂട്ട് ടു ഫ്രൂട്ട് എന്ന് മെസ്സേജ് ചെയ്യുക.